ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഫ്താറിൻ്റെ സമയത്ത് കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് ഫ്രൂട്ട്സുകളൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കിയ ഒന്നാണ് കേട്ടോ. ഇഫ്താറിൻ്റെ ആ ഒരു സമയത്ത് ഇതൊരു ഗ്ലാസ് മാത്രം മതി കേട്ടോ. ദാഹവും വളരെ ഹെൽത്തിയാണ്. കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതുപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പിൻ്റെ അടുത്ത് സേമിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. സേമിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പായസം ഉണ്ടാക്കാനൊക്കെ എടുക്കുന്ന സേമിയാണ് കേട്ടോ ഇത് എടുത്തിട്ടുള്ളത്. കട്ടി കുറഞ്ഞൊരു സേമിയാണ്. അപ്പോൾ ഈ നെയ്യിൽ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു ഡ്രിങ്കിന്. ചില സേമിയ നമുക്ക് വറുത്തിട്ട് കിട്ടും, എന്നാലും നമ്മൾ കുറച്ച് നേരമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഒരു കളറ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് വരണം കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് ഇത് വറുത്തെടുക്കാം. ഇപ്പോൾ കണ്ടതാ ഇതുപോലെ ഒന്ന് കളറ് മാറി വരുന്നുണ്ട്. അപ്പോൾ ഇത്ര മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പാലാണ് കേട്ടോ. 1/2 ലിറ്റർ പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാലൊക്കെ നമുക്ക് എത്ര വേണ്ടിച്ചെങ്കിൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ പാലിൽ തന്നെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചിലരൊക്കെ വെള്ളത്തിൽ വേവിച്ചിട്ട് പിന്നെ പാല് ചേർക്കും. അപ്പോൾ അതിനേക്കായൊക്കെ ഒരു ടേസ്റ്റ് പാലിൽ തന്നെ ഈ ഒരു സേമിയ വേവിച്ചെടുക്കുന്നതാണ്. അപ്പോൾ പാലൊക്കെ മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റോളം മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോഴേക്കും ഈ ഒരു സേമിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വരും. ഇത് പഞ്ചസാര വെച്ചിട്ടും അതുപോലെ തന്നെ ശർക്കര വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര നല്ലപോലെ സേമിയ കുക്കായതിൻ്റെ ശേഷം മാത്രമാണ് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പഞ്ചസാര ഇട്ട് കൊടുത്താൽ സേമിയ പെട്ടെന്ന് കുക്കായി കിട്ടില്ല. അപ്പോൾ അത് നല്ലപോലെ തിളച്ച് സേമിയൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഫ്ലേവറിന് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിതിൽ അത്യാവശ്യം തന്നെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡ്രിങ്ക് നമ്മൾ കുടിക്കുമ്പോൾ നല്ല മധുരം വേണം കേട്ടോ. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല തിളച്ച് വരും ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു പിഞ്ച് ഉപ്പും ഏലക്കപ്പൊടി ഈ ഒരു സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഏലക്ക മാത്രം പൊടിച്ചതുകൊണ്ടാണ് ഞാനൊരു 1/4 ടീസ്പൂണ്, പഞ്ചസാര ചേർത്തിട്ട് പൊടിച്ചെടുത്തിട്ടാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവറിൻ്റെ പൊടിയാണ് കേട്ടോ. അത് 1 ടേബിൾ സ്പൂണ് 1/4 കപ്പ് വെള്ളത്തിൽ ഒന്ന് മിക്സാക്കി എടുത്തതാണ്. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് ചെറിയ രീതിയിലൊന്ന് തിക്കായി കിട്ടും കേട്ടോ. കോൺഫ്ലവറിൻ്റെ പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി അരിപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. കോൺഫ്ലവറിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ടി പിടിക്കും. 3 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നല്ലപോലെ തിക്കാക്കി എടുക്കരുത്. ചെറിയ രീതിയിലൊന്ന് കുറുകി വരുമ്പോഴേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ തണുത്തതിൻ്റെ ശേഷം ഒന്നും കൂടി ഇത് കട്ടിയായിട്ട് വരും. പിന്നെ നല്ലപോലെ കട്ടിയാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് കുടിക്കേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാനായിട്ട് വെക്കാം കേട്ടോ. 2-3 മിനിറ്റ് നേരം കോൺഫ്ലവറൊക്കെ ഒഴിച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തണുക്കാനായിട്ട് വെക്കാം. എല്ലാം തണുത്തതിന് ശേഷം മാത്രം കേട്ടോ ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പുറത്ത് വെച്ചിട്ട് തന്നെ തണുപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഞാനിതാ പുറത്ത് ഒരു അരമണിക്കൂർ വെച്ചപ്പോഴേക്കും നല്ലപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൂട്ട്സുകളൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്ലെയിം ഓഫാക്കിയപ്പോൾ അത്യാവശ്യം ലൂസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടോ നല്ലപോലെ തണുത്ത് വന്നപ്പോൾ തിക്കായിട്ടുണ്ട്. ഇനി നല്ലപോലെ തിക്കായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പാലോ ചുടുവെള്ളമോ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഫ്രൂട്ട്സാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നേന്ത്രപ്പഴം, അതുപോലെ തന്നെ തണ്ണിമത്തന്, അതുപോലെ തന്നെ കുറച്ച് കറുത്ത മുന്തിരിയാണ് കേട്ടോ, കുരുവില്ലാത്ത മുന്തിരിയാണ്. അപ്പോൾ അതും മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ആപ്പിളിൻ്റെ പകുതിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ ആ ഒരു സമയത്ത് മാത്രം കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ആപ്പിളൊക്കെ പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവും. ഇതിലേക്ക് ചേർക്കുന്ന ആ ഒരു സമയത്ത് മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതിൽ നമ്മൾ ചേർക്കുന്ന ഫ്രൂട്ട്സിൻ്റെ അളവൊക്കെ കണ്ടോ, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ കുറച്ചധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്ര വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ചേർത്ത് കൊടുത്തതിൻ്റെയൊക്കെ പകുതി എല്ലാം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ തണുപ്പിച്ചതിൻ്റെ ശേഷം നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് നല്ല തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഡ്രിങ്കാണ് ഇത്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഒരുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ.
പിന്നെ കാഷ്യൂനട്ടും ബദാമും കപ്പലണ്ടിയൊക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിക്കുമ്പോൾ കടിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഉപകാരപ്പെട്ട ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക.